ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപ്പാദ പത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. താൻ പരമോന്നത സൃഷ്ടിയാണെന്നും ദിവ്യാത്മസ്വരൂപനാണെന്നും ഒക്കെ ഭഗവാൻ ബാബ നമ്മളെയൊക്കെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മളെല്ലാവരും പരമോന്നത സൃഷ്ടിയാണ്, അതേസമയത്ത് ദിവ്യാത്മസ്വരൂപരാണ്. ഇത് സാക്ഷാത്കരിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്നതാണ് കുടുംബജീവിതം. പാരൻറ്റിങ്ങിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൃഹം ദേവാലയം കൃത്വ, ഗൃഹം ദേവാലയം തന്നെയാണ്. അവിടെ വെച്ച് നമുക്ക് ബോധ്യപ്പെടേണ്ടതാണ് താൻ ഈശ്വരനാണെന്ന്. ആ ദേവാലയത്തിൽ വെച്ച് ബോധ്യപ്പെടേണ്ടതാണ്. അതിനായിട്ട് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന മാർഗമാണ് ഗൃഹസ്ഥാശ്രമം. 4 ആശ്രമങ്ങൾ പറയാറുണ്ടല്ലോ: ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. അതിൽ ഗൃഹസ്ഥാശ്രമമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് എല്ലാ ആചാര്യന്മാരും ഭഗവാനും ഒക്കെ പറയുന്നുണ്ട്. എല്ലാ കർമ്മങ്ങളും ഈശ്വര കർമ്മമായിട്ട് ഈശ്വരന് സമർപ്പിക്കുവാനായിട്ട് ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട, അതൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് ഗൃഹസ്ഥാശ്രമം ധർമ്മം. ആ ഗൃഹസ്ഥാശ്രമ ധർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ ലക്ഷ്യസാക്ഷാത്കാരമായ ഈശ്വരനുമായിട്ട് ഈശ്വരനിൽ ലയിക്കുക, അല്ലെങ്കിൽ താൻ ഈശ്വരൻ ആണെന്ന് ബോധ്യപ്പെടുക, റിയലൈസ് ചെയ്യുക. അതാണ് കുടുംബജീവിതം കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനിടയിൽ ആണ്, നമ്മൾക്കറിയാം, നമ്മുടെ ഇന്നത്തെ അണുകുടുംബ വ്യവസ്ഥയിൽ സാധാരണ കൂട്ടുകുടുംബമൊക്കെ ഇല്ലാതെ ഒരവസ്ഥയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അച്ഛൻ, അമ്മ, 2 മക്കൾ, ഇവരൊക്കെ ആണ് ഒരു കുടുംബത്തിലെ അംഗങ്ങളെന്ന് നമ്മൾ പറയുന്നത്. ഇവർ തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ജീവിതം, ആ ജീവിത സാക്ഷാത്കാരത്തിൽ എല്ലാവർക്കും ഭഗവാനിൽ എത്തിച്ചേരാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഭഗവാനാണ് തങ്ങളെന്ന് റിയലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ആ ഒരു ബോധം ഉണ്ടാകാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. അതിനാണ് കുടുംബ ജീവിതം. അപ്പോൾ ആ കുടുംബ ജീവിതത്തിൽ ഓരോ വ്യക്തിയുടെയും പെരുമാറ്റം എത്രത്തോളം ഭംഗിയാണെന്ന്, എത്രത്തോളം അത് ഈശ്വര സമർപ്പണമായിട്ടൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ലക്ഷ്യസാക്ഷാത്കാരം. ഇവിടെ ആ ഗൃഹം ദേവാലയം കൃത്വ എന്നുള്ളതിൽ ഗൃഹത്തെ ദേവാലയമാക്കണമെങ്കിൽ ദേവാലയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവണം. അപ്പോൾ പൂജയുണ്ടാവണം, അല്ലേ? ദേവാലയത്തിൽ പൂജയാണല്ലോ. അപ്പോൾ അതുപോലെ ഇവിടെയും ആ പൂജകൾ ഉണ്ടാവണം. ആരാണ് ഇവിടെ പൂജ, ആരെ ചെയ്യണം, അല്ലേ? സാധാരണ നമ്മൾ പറയും എല്ലാവരും ഈശ്വരൻ്റെ അംശമാണ്. അപ്പോൾ എല്ലാവരിലും ഈശ്വരനെ കാണണമെങ്കിൽ ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യയെയും, മക്കൾ അച്ഛനും അമ്മയും ഒക്കെ ആ ഈശ്വരാംശമായിട്ട് കരുതി ജീവിക്കുന്ന ഒരു പ്രതീതി, അതൊരു ഐഡിയൽ കുടുംബം ആണ് എന്ന് നമുക്ക് തോന്നാം. ആ ഒരു കുടുംബ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഈ ഭഗവാന്റെ പ്രിൻസിപ്പിളൊക്കെ, ഭഗവാന്റെ തത്വങ്ങളൊക്കെ ജീവിതത്തിൽ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നേറാൻ സാധിക്കുമോ? അതിലൂടെ ആയിരിക്കും ജീവിതത്തിൻ്റെ വിജയം. ശരിക്കും പറഞ്ഞാൽ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഒരു വ്യവസ്ഥയാണ് കുടുംബ വ്യവസ്ഥ. ഭാരതം ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെ, ഒരു റിസഷൻ വന്നിട്ടും പോലും ഭാരതം തകരാത്തതിന് ഏറ്റവും പ്രധാന ഒരു കാരണം ഭാരതത്തിൻ്റെ ആ സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായ ഈ കുടുംബ വ്യവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ കുടുംബം എന്നുള്ളത് കൂടുമ്പോൾ ഇമ്പം, അതായത് സ്നേഹം ഉണ്ടാവണം എല്ലാവരും കൂടി ചേരുമ്പോൾ. ഇന്ന് നമുക്കതുണ്ടോ? നമ്മളെല്ലാവരും ഒന്ന് സ്വയം വിലയിരുത്തേണ്ടതാണ്. അവരെ വരെ വിലയിരുത്തിയാൽ മതി, നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇന്ന് കൂടിച്ചേരുമ്പോൾ ഇമ്പമാണോ ഉണ്ടാകുന്നത്, അതാണോ ഭൂകമ്പമാണോ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാകുന്നത്? മിക്ക ഗൃഹങ്ങളിലും ഭൂകമ്പമാണെന്ന് നമുക്ക് ഇന്നത്തെ പത്രവാർത്തകളൊക്കെ എടുത്താൽ അറിയാൻ സാധിക്കും. അപ്പോൾ ആ ഭഗവാൻ പറഞ്ഞ ആ കൺസെപ്റ്റിൽ നിന്ന്, ഭഗവാൻ പറയുന്ന ആ കുടുംബജീവിതം എന്നുള്ള ആ ധർമ്മത്തിൽ നിന്ന് നമ്മൾ എത്രത്തോളം വ്യതിചലിച്ചിട്ടുണ്ട്, അതിനെയൊക്കെ വിലയിരുത്തേണ്ട ഒരു സമയമാണ് ഇന്ന് വന്നിരിക്കുന്നത്. സ്വാമി പറയുന്ന ആ ഫാമിലി, അല്ലെ, FAMILY, ഫാദർ ആൻഡ് മദർ, ഐ ലവ് യു, അല്ല, എല്ലാവരും കുടുംബത്തിലെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ലവ് പ്രേമബന്ധം പ്രകടമാക്കിക്കൊണ്ടിരിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. നമുക്കത് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിലൊക്കെ അത് ഈ ഒരു ഐഡിയൽ കേസിന് എത്ര മാറിയിട്ടാണ്. പക്ഷേ ഭഗവാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, കുട്ടികളെ എപ്പോഴാണ് ഒരു അമ്മയും അച്ഛനും ജനിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മയുടെ ഉദരത്തിൽ ആ ഗർഭം ജനിക്കുന്ന അവസ്ഥയിൽ തന്നെ
ശരിക്കും അമ്മയും അച്ഛനും പിറന്നു കഴിഞ്ഞു. ആ സമയം മുതൽ ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികാസം രൂപപ്പെടുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, പ്രഹ്ലാദൻ്റെ കഥയൊക്കെ നമുക്കറിയാം. ഭഗവാൻ ഉണ്ടല്ലോ അല്ലേ, ആ പ്രഹ്ലാദൻ എന്നുള്ള ഒറ്റ ഒരു ബാലൻ ആ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് 21 തലമുറ ധന്യമായി എന്നൊക്കെ ഭഗവാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഹിരണ്യകശിപു എന്ന പ്രമുഖനായ ശാസ്ത്രജ്ഞനാണ് ആ ഹിരണ്യകശിപു. ആ ഹിരണ്യകശിപു ഇതിന് തപസ്സിന് പോയപ്പോൾ തൻ്റെ ഭാര്യയായ കയാധുവിനെ പിന്നെ ആശ്രമത്തിൽ കൊണ്ടാക്കി. നാരദ മഹർഷിയുടെ ആശ്രമത്തിലാണ് കൊണ്ടാക്കിയത്. ഗർഭിണിയായിരുന്നു കയാധു. അപ്പോൾ അവരെ ശുശ്രൂഷിക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ ആണ് കൊണ്ടുവിട്ടത്. അവിടെ നമുക്കറിയാം, നാരദ മഹർഷി സാധാരണ നാരായണ 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 എന്നെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. നാരദ മഹർഷി ഈ നാരായണ നാമം ജപിക്കുന്നത് ആസ്വദിച്ചത് യഥാർത്ഥത്തിൽ ഈ കയാധു ആയിരുന്നില്ലത്രേ. കയാധുവിൻ്റെ വയറ്റിലുണ്ടായിരുന്ന പ്രഹ്ലാദനായിരുന്നു അത്രേ ആ നാരായണ നാമം ആസ്വദിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ നമുക്ക് കഥയൊക്കെ നമുക്കറിയാം അല്ലേ. ആ പ്രസവാനന്തരം ആ കുട്ടി വളർന്ന് ഗുരുകുലത്തിലേക്കൊക്കെ പോകുമ്പോൾ ആ ഗുരുക്കന്മാർ പറഞ്ഞത് പോലും, ഗുരുക്കന്മാർ ഹിരണ്യായ നമഃ എന്ന് പറയുമ്പോൾ പോലും ഈ പ്രഹ്ലാദൻ പറഞ്ഞത് നാരായണായ നമഃ എന്നാണ്. അങ്ങനെ ആ നാരായണ നാമത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ് പ്രഹ്ലാദനെ ജീവിപ്പിച്ചത്, അല്ലെങ്കിൽ ആ പ്രഹ്ലാദൻ്റെ ജീവിതം ധന്യമാക്കിയത്. ഇവിടെ നമുക്ക് ഒരു പ്രഹ്ലാദത്വം നമ്മുടെ മക്കളിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ? നമ്മുടെ മുമ്പിലുള്ള ചോദ്യം അതാണ്. അതിന് ഭഗവാൻ പറയുന്ന നുറുങ്ങുകളാണ് ചെറുപ്പത്തിൽ തന്നെ, വളരെ ചെറുപ്പത്തിൽ തന്നെ, ഈവൻ ഗർഭാവസ്ഥയിൽ തന്നെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേൾപ്പിക്കണമെന്നും, നല്ല സംഗീതം, നല്ല ഭജനകൾ, നല്ല കഥകൾ, ഭഗവത് കഥകൾ ഇതൊക്കെ കേൾപ്പിക്കണമെന്നും, ജനിച്ചതിന് ശേഷം ആ കുട്ടിയെ അമ്മയും അച്ഛനും ചേർന്ന് ധാരാളം ഭഗവത് കഥകളും നന്മയിലേക്ക് നയിക്കുവാൻ സാധിക്കണം. ഗുഡ്നസ്, ആ നന്മയിലേക്ക് നയിക്കുവാൻ അമ്മയ്ക്കും അച്ഛനും ചെറുപ്പം മുതൽ തന്നെ സാധിക്കണം. ഭഗവാൻ പറയുന്നു, സ്റ്റാർട്ട് ഏർലി, ഡ്രൈവ് സ്ലോലി, റീച്ച് സേഫ്ലി എന്ന്. വളരെ ചെറുപ്പം മുതൽ തന്നെ തുടങ്ങണം. നമുക്ക് പറയാറുണ്ടല്ലോ, മെല്ലെ തിന്നാൽ മുള്ളും തിന്നാന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ നേരത്തെ പുറപ്പെടണം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അത് കുട്ടിയായിരിക്കുമ്പോൾ, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷരുള്ള കാലെന്ന് നമ്മുടെ കവി കുഞ്ചൻ നമ്പ്യാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്കുള്ള ഇത് തുടങ്ങണം, എഡ്യൂക്കേഷൻ തുടങ്ങണം. എങ്ങനെ? അമ്മയുടെ മടിത്തട്ടാണ് ആ വിദ്യാലയം. അമ്മ അല്ല സൽക്കഥകൾ പറഞ്ഞു കൊടുക്കണം. അമ്മയുടെ കണ്ണുകളും അമ്മയുടെ നോട്ടവും ഒക്കെ കുട്ടിക്ക് ആനന്ദം പകരുന്നതായിരിക്കണം. അമ്മയും അച്ഛനും കുട്ടിയുടെ കൂടെ ചിലവാക്കുന്ന സമയം വളരെ കൂടുതലുണ്ടാവണം. അങ്ങനെ അമ്മയുടെയും അച്ഛൻ്റെയും ആ ഒരു സ്നേഹത്തിലൂടെ കുട്ടിക്ക് നല്ല നല്ല സ്വഭാവങ്ങൾ രൂപപ്പെട്ടു വരും. കുട്ടി അമ്മയും അച്ഛനും ദൈവമാണെന്ന് നമ്മൾ കുട്ടികൾ ചെറുപ്പപ്രായത്തിൽ തന്നെ കുട്ടികളെ ബോധിപ്പിക്കണം. ഭഗവാൻ പറയുന്നു, നമ്മുടെ കുട്ടികളൊക്കെ അമ്മയും അച്ഛനെയും പാദം നമസ്കാരം ചെയ്യണം, പാദം വന്ദിക്കണം. പാദം നമസ്കാരം കൊണ്ട് കുട്ടികൾക്ക് വിനയവും, വിദ്യാദദാതി വിനയം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ വിനയം എന്നുള്ളത് ചെറുപ്പത്തിൽ തന്നെ, അഹങ്കാരമില്ലായ്മയൊക്കെ വളരണമെങ്കിൽ താൻ അമ്മയും അച്ഛനുമാണ് തൻ്റെ ആദ്യത്തെ കാണപ്പെട്ട ദൈവങ്ങളെന്ന് ബോധിക്കണമെങ്കിൽ ആ കുട്ടി എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥനയും അതിനുശേഷം അമ്മയച്ഛൻ്റെയും പാദ നമസ്കാരമൊക്കെ ചെയ്യണമെന്ന് ഭഗവാൻ പറയാറുണ്ട്. ഇത് നമ്മൾ കുട്ടികളെ നിർബന്ധമായും ബോധിപ്പിക്കണം. ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ ലോകത്തിന് നൽകിയ സമ്മാനമായ ബാലവികാസിൽ, സത്യസായി ബാലവികാസിലെ കുട്ടികൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ പാദം വന്ദിക്കാറുണ്ട്. പല പാരൻറ്റിങ് സെഷനിലുമൊക്കെ ഇത് അത്ഭുതങ്ങളായ കഥകളൊക്കെ കേൾക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ ഇമ്പാക്റ്റ് ഒരു ചെറിയ അനുഭവം കൂടി ഈ ഒരു സമയത്തൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ബാലവികാസിൽ ഈ കുട്ടികൾക്ക് ഈ അമ്മയും അച്ഛൻ്റെയും പ്രാധാന്യം പറഞ്ഞു കൊടുക്കാനൊക്കെ നമ്മൾ സാധാരണ സുഭാഷിതങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഭഗവാന്റെ സേയിങ്സിൻ്റെ കൂടെ അതുപോലെ സുഭാഷിതങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ. പഴയ ഭഗവാൻ തന്നെ പറഞ്ഞതും അതുപോലെ മറ്റു പല ആചാര്യന്മാർ പറഞ്ഞതൊക്കെ. പുലരും മുമ്പുണരണം, ഉണർന്നാലേറ്റിരിക്കണം, ഇരുന്നാൽ കണ്ണടച്ചുള്ളിൽ പരദൈവത്തെ ഓർക്കണം, അമ്മയെ കാണണം, മുമ്പിൽ അച്ഛനെ തൊഴുതിയിടണം, അച്ഛനമ്മമാർ കാണുന്ന ദൈവമാണെന്നും ഓർക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഒരു സമയത്ത് ഒരു പാരൻറ്റിങ് സെഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ നടന്ന് വന്ന് കുട്ടീനെയും കൂട്ടിയിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. നടന്നു വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ എനിക്ക് 2 മിനിറ്റ് സംസാരിക്കണം ഈ പാരൻസിനോട്. ധാരാളം പാരൻസുള്ള ഒരു സെഷനായിരുന്നു. അപ്പോൾ കുട്ടിയുണ്ട്, ഇദ്ദേഹം കൈ ഇങ്ങനെ വിറച്ചുകൊണ്ട് പറയാണ്, എൻ്റെ മോള് എൻ്റെ ഗുരുവാണ്, എൻ്റെ മോൾ എൻ്റെ ഗുരുവാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ മോൾ എൻ്റെ ഗുരുവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് അദ്ദേഹം മൈക്ക് കൊടുത്ത് അദ്ദേഹം മൈക്കിലൂടെ പറയുന്ന കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയെ ബാലവികാസിൽ ചേർത്തു.
അപ്പോൾ ബാലവികാസ് ഗുരു തീർച്ചയായിട്ടും ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു അമ്മയാണ് ദൈവം, അച്ഛനാണ് ദൈവം, മാതൃദൈവോ ഭവ, പിതൃദൈവോ ഭവ, ആചാര്യ ദൈവോ ഭവ, അതിഥി ദൈവോ ഭവ ഒക്കെ പറഞ്ഞു. അതിൽ അമ്മയും അച്ഛനുമാണ് മാതാപിതാ ഗുരു ദൈവം. അപ്പോൾ അമ്മയെ ദൈവമായിട്ട് കരുതി ആരാധിക്കണം, അമ്മയും അച്ഛനെയും പാദം നമസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഈ കുട്ടി ടീച്ചർ പറഞ്ഞതുപോലെ, ഗുരു പറഞ്ഞതുപോലെ തന്നെ കേട്ടു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മയുടെ അനുഗ്രഹത്തിനായി പാദം നമസ്കരിച്ചു. അമ്മ അനുഗ്രഹിച്ചു. അച്ഛനെ നമസ്കരിക്കാൻ പോകുമ്പോൾ അച്ഛൻ എഴുന്നേറ്റില്ല. രാവിലെ 6:30 മണി സമയം അച്ഛൻ എഴുന്നേറ്റില്ല. ഈ അമ്മയും അച്ഛനും ഈ അച്ഛനും മകളും തമ്മിൽ കാണാറില്ല അത്രേ. അച്ഛൻ ഒരു മുഴുക്കുടിയനാണ്, നല്ലോണം മദ്യപാനിയാണ്. അപ്പോൾ അച്ഛൻ വളരെ ലേറ്റായിട്ടാണ് വന്ന് കിടന്നുറങ്ങുക. അപ്പോൾ അച്ഛൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ കുട്ടി സ്കൂളിൽ പോകും. ഇവർ തമ്മിൽ കാണുന്ന സമയം ചുരുക്കുക. അന്ന് രാവിലെ അമ്മയുടെ പാദം നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിച്ച് അച്ഛൻ്റെ പാദം നമസ്കരിക്കാനായിട്ട് വന്ന് ഉറങ്ങുമ്പോൾ അച്ഛൻ ഉറങ്ങുകയാണ്. കുട്ടി എത്തുമ്പോഴേക്കും മെല്ലെ അച്ഛൻ അറിയാതെ വിചാരിച്ച് കാലിങ്ങനെ തൊട്ട് നമസ്കരിച്ചപ്പോൾ അച്ഛൻ കണ്ണു തുറന്നപ്പോൾ കണ്ടത് കുട്ടിയാണ്. സമയം നോക്കിയപ്പോൾ 6:30. അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ആ ദേഷ്യത്തിന് സാധാരണ നമ്മൾ ദേഷ്യം കൂടിയാൽ ചെയ്യുന്ന കാര്യം തന്നെ, ആ കുട്ടി നീ എന്തിനാ എന്നെ വിളിച്ചത്, ഈ സമയത്ത് നീ എന്തിനാ വിളിച്ചത്, ഞാൻ 9 മണിക്ക് എഴുന്നേൽക്കുന്നത് നിനക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ പറയുന്നതിൻ്റെ കൂടെ അച്ഛൻ അറിയാതെ കാല് ഇങ്ങനെ ഉയർത്തിയിട്ട് ആ കുട്ടിയുടെ നെഞ്ചിലൊരു ചവിട്ടി. കുട്ടി അവിടെ മലർന്ന് വീണിട്ട് എഴുന്നേറ്റ് നിന്ന് കുട്ടി ഇങ്ങനെ അച്ഛനെ തൊഴുതുകൊണ്ട് പറയും, അച്ഛ ഞാൻ അച്ഛനെ വിളിച്ചതല്ല, അച്ഛൻ ദൈവമാണ് എന്ന് എൻ്റെ ബാലവികാസ് ക്ലാസ്സിൽ പഠിപ്പിച്ചു, അച്ഛനെ നമസ്കരിക്കണം, ഞാൻ അമ്മയുടെ അനുഗ്രഹം വാങ്ങി അച്ഛനെ നമസ്കരിക്കുകയാണ്, ഞാൻ അച്ഛനെ വിളിച്ചതല്ല, അച്ഛൻ ദൈവമാണെന്ന് ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞു. ഇദ്ദേഹം മൈക്കിലൂടെ പറയുകയാണ്, 21 വർഷമായിട്ട് മദ്യപിക്കുന്ന എൻ്റെ മദ്യപാനശീലം ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിനും ഒരു കൗൺസിലിംഗ് സെൻറ്ററിനും ഒരു ഡോക്ടർക്കും ഒരാളുടെ ഉപദേശത്തിനും മാറ്റാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അന്നത്തെ ദിവസം രാവിലെ എൻ്റെ പൊന്നുമോള് എൻ്റെ മുഖത്ത് നോക്കി അച്ഛൻ ദൈവമാണ് എന്ന് പറഞ്ഞ ആ അനുഭവം, അന്നത്തെ ദിവസം അതിനുശേഷം ഞാൻ മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ല. മാത്രമല്ല, ഞാൻ ഇന്ന് മദ്യനിരോധ പ്രവർത്തകനാണ്. ആയിരക്കണക്കിന് ആൾക്കാരെ മദ്യത്തിൽ നിന്ന് വിമുക്തമാക്കാനുള്ള പ്രചരണ പരിപാടിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വളണ്ടിയറാണ് ഞാൻ. എൻ്റെ മകൾ എൻ്റെ ഗുരുവല്ലാതെ പിന്നെ ആരാണ്? ഇവിടെയാണ് ആ പാരൻറ്റിങ് സെഷൻ്റെ സാക്ഷാത്കാരം നടന്നു. ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നും ആവശ്യമില്ല. ഇദ്ദേഹം തന്നെ അത് എന്താണോ ആ ലക്ഷ്യം, അമ്മയും അച്ഛനും ദൈവമാണെന്നുള്ള ആ സങ്കല്പത്തിൽ, ഭഗവാന്റെ ആ സങ്കല്പത്തിൽ നമ്മുടെ ബാലവികാസ് കുട്ടികളും അങ്ങനെ ലോകം മുഴുവൻ അത് വ്യാപിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. ബാലവികാസിലൂടെ ലോകവികാസം നടക്കും എന്ന് ഉറപ്പാണ്. നമുക്ക് ഈ അനുഭവത്തിലൂടെ ഈ ആദ്യത്തെ എപ്പിസോഡ് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. ജയ് സായിറാം.